മാതാ അമൃതാനന്ദമയുടെ വിഷയത്തിൽ സജി ചെറിയാൻ ഇന്നലെ അമൃതാനന്ദമയി അമ്മയെ കാണുന്നു, ഹാരമിടുന്നു, മുത്തം കൊടുക്കുന്നു, പിന്നെ ചേർത്ത് നിർത്തുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ മാതാ അമൃതാനന്ദമയെ ദൈവമായിട്ടല്ല, ഒരു ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായിട്ടാണ് കാണുന്നത് എന്ന്. അപ്പോൾ ഇതിന് സജി ചെറിയാൻ പറയുന്നു മതങ്ങൾക്കൊപ്പമാണ്, പക്ഷെ മതഭ്രാന്തന്മാർക്കൊപ്പമല്ല. അത് എന്തുദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പി ജയരാജൻ്റെ മകൻ ഇന്നലെ വൈകിട്ടൊരു പോസ്റ്റ് ഇടുന്നു, വലിയ ഡെക്കറേഷനൊന്നും വേണ്ട കടപ്പുറം സുധാമണി. അപ്പോൾ മൂന്ന് തട്ടിലാണ്. സജി ചെറിയാൻ പോകുന്നു, ഉമ്മം കൊടുക്കുന്നു. ഇവിടെ മതഭ്രാന്തന്മാരെന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെ ബിനോയ് വിശ്വം വിളിക്കുന്നു. അത് സജി ചെറിയാനാണോ പിണറായി ആണോ എന്ന് അറിയില്ല. ഇവിടെ പഴയതുപോലെ തന്നെ കടപ്പുറം സുധാമണി തന്നെ നിൽക്കുന്നുണ്ട്. എന്താണ് പക്ഷേ അമൃതാനന്ദമയ്യും ഈ അയ്യപ്പൻ എന്താ പറയുക, ഇപ്പോൾ സെലിബ്രിറ്റി ആയതുപോലെ അമൃതാനന്ദമയ്യെ ഇനി ഇവർ സെലിബ്രിറ്റി ആക്കി അമൃതാനന്ദമയുടെ വോട്ട്, ഇതൊക്കെയാണ് ഇവരുടെ എന്താ ഇവരെ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ അമൃതാനന്ദമയി മഠത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഒരു മനസ്സിൻ്റെ മനോനിലയ്ക്ക് തെറ്റിയ ഒരാൾ. അതുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ സംഘർഷങ്ങളെല്ലാം ഉയർന്നിരുന്നു. കാരണം അത് ചെയ്ത ആളുകൾ അവിടുത്തെ ഗുണ്ടകളാണ്, തെമ്മാടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്ന ഒരു ഘട്ടമുണ്ടായി. ഈ സമയത്താണ് അമൃതാനന്ദമയ മഠം യഥാർത്ഥത്തിൽ വിമർശന വിധേയമാക്കപ്പെട്ട ഒരു സമയം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അന്ന് ഈ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എവിടെയാണോ നിന്നിരുന്നത്, ആ നിന്നിരുന്ന പൊസിഷനിൽ നിന്ന് പിന്നീട് അവർ മാറി എത്തി ഇപ്പോൾ അമൃതാനന്ദമയി മഠത്തിലെത്തുകയും അമൃതാനന്ദമയി അമ്മയെ അവർ കെട്ടിപ്പുണരുകയും മുമ്പുവെക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനം മാറിക്കഴിഞ്ഞപ്പോൾ അതിനുള്ള വിശദീകരണമാണോ അവർ നൽകേണ്ടത്? അമൃതാനന്ദമയി മഠത്തിലോ അതേപോലെ തന്നെ അമൃതാനന്ദമയി അമ്മയ്ക്കോ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് എപ്പുറത്താണ്? ഇടതുപക്ഷത്തിനാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ മാറുന്നു. ആ നിലപാടുകൾ മാറുമ്പോൾ ആ നിലപാടുകളിൽ പൊരുത്തമില്ലായ്മ ഉണ്ടാകുന്നത്, ആ നിലപാട് മാറ്റാൻ തയ്യാറില്ലാത്ത കുറേ ആളുകൾ അപ്പുറത്തുണ്ട്, ഇത് മാറ്റുന്ന കുറേ ആളുകൾ ഇപ്പുറത്തുമുണ്ട്. മാറ്റമില്ലാതെ നിൽക്കുന്ന, അല്ലെ അന്നത്തെ പൊസിഷൻ തന്നെ നിൽക്കുന്ന ഒരാളാണ് ജയരാജൻ്റെ മകൻ എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ആ പോസിറ്റീവ് ജയരാജനും ആ നിലപാടായിരിക്കില്ലേ മാഷേ? ജയരാജനുമായ നിലപാടായിരിക്കും. അത്തരത്തിൽ ഒരുപാട് സഹാക്കളുണ്ടാവും. ഈ വിഷയത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ചില നിലപാടുകൾ കേരളീയ സമൂഹത്തോട് പ്രഖ്യാപിക്കേണ്ടത്. ഒന്ന്, അമൃതാനന്ദമയി യഥാർത്ഥത്തിൽ ഒരു ആൾദൈവമാണ് എന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ആൾദൈവങ്ങളോട് എങ്ങനെയാണ് ഇടതുപക്ഷം ഏത് രീതിയിലുള്ള നയസ്വീകരണമാണ് എടുക്കേണ്ടത്, അതൊക്കെ വ്യക്തമാക്കാനായിട്ട് ആ പാർട്ടി ബാധ്യസ്ഥമാണ്. സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മന്ത്രി അമൃതാനന്ദമയി മഠത്തിൽ പോവുകയോ അമൃതാനന്ദമയിയെ കാണുകയോ അവർക്ക് ഉപകാരങ്ങൾ കൊടുക്കുകയോ അവരെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒരു തകരാറും നമ്മൾ കാണേണ്ട കാര്യമില്ല. പക്ഷേ CPM-ൻ്റെ നിലപാടെന്താണ്? ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്താണ്? ആൾ ദൈവങ്ങളോടുള്ള സമീപനം എന്താണ് എന്നുള്ള പ്രശ്നം അവർ തീർച്ചയായിട്ടും വ്യക്തമാക്കേണ്ടതാണ്. അവരുടെ അണികളെ ആ കാര്യത്തിൽ അവരുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള ബാധ്യത നിലനിൽക്കുന്നത്. ഇതിനൊന്നും ഒരു വ്യക്തതയും ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവർക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾ, അതിൻ്റെ നിലപാട് തറകൾ സമ്പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ മുന്നിൽ ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. ആ അജണ്ട എന്ന് പറയുന്നത് വോട്ട് എന്ന് പറയുന്നതും അധികാരം എന്ന് പറയുന്നതും മാത്രമായി തീരുകയാണ് ചെയ്യുന്നത്. വോട്ടും അധികാരവും മാത്രം അവരുടെ പ്രമുഖമായിട്ടുള്ള അജണ്ടയായി വരുമ്പോൾ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത് അവർ തന്നെ കാലുമടക്കി അടച്ചു തീർപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണും. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് വളരെ അവ്യക്തമായ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന കൂട്ടമായിട്ട് ഇടതുപക്ഷം മാറിത്തീരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തിന് പ്രത്യേക ശബ്ദമില്ല എന്നുള്ളതാണ്. അതിനകത്തുള്ള പലരും പലതരത്തിൽ സംസാരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൃതാനന്ദമയി മഠത്തെയും അമൃതാനന്ദമയിയെയും അവരെന്ത് ചെയ്യണം? വളരെ വ്യക്തമായി യാഥാർത്ഥ്യബോധത്തോടെ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥകൾക്ക് അകത്ത് വെച്ച് പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും അവർക്ക് അവരുടെ പൊസിഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് സമീപനം പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഏറ്റവും യാഥാർത്ഥ്യബോധത്തോടുള്ള സമീപനമാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഒരു സംഘർഷത്തിനും പ്രസക്തിയില്ല. കാരണം ഓരോ സംവിധാനത്തിനും ഒരു സമൂഹത്തിൽ അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളെ അംഗീകരിക്കുകയും അതിനോട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്താൽ ഇടതുപക്ഷത്തിന് പോലും ഈ കാര്യത്തിലൊരു സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ശബരിമലയുടെ കാര്യത്തിൽ
എല്ലായിടങ്ങളിലും ഓരോരുത്തരും എടുക്കേണ്ടതായിട്ടുള്ള പൊസിഷൻ വളരെ കൃത്യമായിട്ടും മാന്യമായിട്ടും നല്ല രീതിയിൽ എടുത്താണ് പെരുമാറുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഈ കാര്യങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു സമയത്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു കാര്യം പറയും, മറ്റൊരു സമയത്ത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇങ്ങനെ വരുമ്പോഴാണ് ഇത് ഇരട്ടത്താപ്പ് എന്ന നിലയ്ക്ക് വാഴ്ത്തപ്പെടുന്നത്. ഇരട്ടത്താപ്പിൻ്റെ പിന്നാലെ പോകാനായിട്ട് ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം രാഷ്ട്രീയത്തിന് ഇരട്ടത്താപ്പുകൾ ഒരിക്കലും ഗുണകരമല്ല. രാഷ്ട്രീയം നമ്മൾ സത്യസന്ധമായിട്ടും നേരിട്ട് പച്ച മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നതുമാണെങ്കിൽ മാത്രമാണ് ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ പൊതുസമൂഹം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ പൊതുവിൽ വെറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയത്തിന് ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും നൽകാനില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാർക്ക് ഈ സമൂഹത്തിൽ നിന്ന് കൈയിട്ട് വാരി കൊണ്ടുപോകാൻ ധാരാളം ഉണ്ട് താനും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷെ ഈ പറയുന്നതിനോട് മാഷ് ക്ഷമിക്കണം. അതായത് ഈ 4 വോട്ടിന് വേണ്ടി തന്തയെ പോലും മാറ്റി പറയുന്ന ഒരു നിലപാടാണ്. അതായത് പിന്നെ നേരത്തെ മാതാ അമൃതാനന്ദമയി കടപ്പുറ സുധാമണിയാണ്, അത് ദൈവമല്ല, ആൾ ദൈവങ്ങളെ ഞങ്ങൾ നിരീശ്വരവാദികളാണ് എന്ന് പറയും. ഒരു സിനിമയിൽ പിന്നെ ശ്രീനിവാസൻ പറയുന്നത് പോലെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. രാവിലെ ആകുമ്പോൾ തലയും മുണ്ടിട്ട് അമ്പലത്തിൽ പോയി ദൈവത്തെ തൊഴുതിട്ടു എന്ന് പറയും ദൈവമില്ല എന്ന്. ഈ നിലപാടാണ് ഇപ്പോൾ പിണറായിയും സഹാക്കന്മാരും, ഒരുപാട് പേരല്ല, ഇപ്പോൾ ജയരാജനൊക്കെ ഇതിൽ നിന്ന് ഏത് നിലപാടാണോ അന്ന് സ്വീകരിച്ചത് അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ CPM ഒന്നും അത് അങ്ങനെയല്ല. പലപ്പോഴും പല നിലപാടുകളിലേക്ക് മാറി വരുന്ന നിലപാടുകൾ മാറുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നിലപാട് മാറുമ്പോൾ അന്ന് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പെരുമാറുകയാണ് ചെയ്തത്. ഇന്നത്തെ സമൂഹത്തിന് വ്യത്യാസം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മാറി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതൊന്നും അങ്ങനെ സത്യസന്ധമായി സംസാരിക്കാൻ ഒരിക്കലും അവർ തയ്യാറല്ലല്ലോ. അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. അതെ അത് ശരിയാ. അതാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യത്തിനോട് സത്യസന്ധത പുലർത്തുകയും ഇതാണ് ഞങ്ങളുടെ സമീപനം, ആ സമീപനത്തിനനുസരിച്ച് അവർക്ക് പോകാം. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇതാണ് നിങ്ങളുടെ സമീപനം എന്ന് കൃത്യമായിട്ട് പറയണം എന്നുള്ളതാണ്. അത് പറയാനായിട്ടുള്ള ഒരു ആർജവം ഇന്നത്തെ ആളുകൾക്കില്ല എന്നുള്ളതാണ്. ഇന്ന് അവർക്ക് ആർജവമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ പ്രത്യേകിച്ച് ആശയങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ആശയമെല്ലാം അവർ എവിടെയൊക്കെ കുഴിച്ചുമൂടി വെച്ചിട്ട് ഒറ്റ കാര്യത്തിന് വേണ്ടി അവരിങ്ങനെ കൂട്ടമായി നീങ്ങുകയാണ്. അത് അധികാരത്തിന് വേണ്ടി മാത്രമാണ്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന നിലയ്ക്ക് ആൾക്കൂട്ടവും പാർട്ടിയും ഒക്കെ മാറിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിന് വലിയ ദുരന്തമായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്.